ശ്രീ KM സച്ചിൻ ദേവ്. സർ, ബിരുദ പഠനതലത്തിൽ വിദേശ ഭാഷാ പഠനത്തിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചു വരുന്നുണ്ട്. വിദേശത്തെ തൊഴിൽ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി വിദേശ ഭാഷാ പഠനം ബിരുദ തലത്തിൽ തന്നെ ആരംഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? പുതിയ കോഴ്സുകൾ ആ നിലയിൽ തയ്യാറാക്കിയിട്ടുണ്ടോ? യെസ് മിനിസ്റ്റർ. പുതിയ കാലത്ത് വിദേശ ഭാഷാ പഠനം അനിവാര്യമായ ഒന്നാണ്. ആഗോളവൽക്കരണത്തിൻ്റെ കാലത്ത് രാജ്യാതിർത്തികൾ അപ്രസക്തമാകുന്ന ഒരു കാലഘട്ടമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇംഗ്ലീഷും മറ്റ് വിദേശ ഭാഷകളും കൂടുതലായി അറിഞ്ഞിരിക്കുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലസ് പോയിൻ്റായി മാറുകയാണ്. ബിരുദ തലത്തിൽ തന്നെ ഇംഗ്ലീഷ് ഭാഷയിലെ പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്നതിനും കമ്മ്യൂണിക്കേഷൻ എബിലിറ്റീസ് വർദ്ധിപ്പിക്കുന്നതിനും വിദേശ ഭാഷകളിൽ പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെ കഴിയുന്ന വിധത്തിലുള്ള സജ്ജീകരണങ്ങൾ ഇന്ന് ലഭ്യമാണ്. ഭാഷാ നൈപുണി വർദ്ധിപ്പിക്കുന്നതിന് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സിൻ്റെ ഭാഗമായിട്ട് 3 കോഴ്സുകൾ കുട്ടികൾ ചെയ്യേണ്ടതുണ്ട്. സ്കിൽ എൻഹാൻസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് 3 കോഴ്സുകൾ ചെയ്യേണ്ടതുണ്ട്. ഇതിൻ്റെ ഭാഗമായി 2 ഇംഗ്ലീഷ് ഭാഷാ കോഴ്സുകൾ നിർബന്ധമായും വിദ്യാർത്ഥികൾ സ്വീകരിക്കേണ്ടതാണ്. ബാക്കി 4 കോഴ്സുകൾ വിദ്യാർത്ഥികൾക്ക് താൽപ്പര്യമുള്ള ഭാഷാ പഠനം നടത്താൻ റെഗുലേഷൻ അനുവദിക്കുന്നുണ്ട്. തങ്ങൾ പഠിക്കുന്ന കോളേജുകളിൽ ഇത്തരം കോഴ്സുകൾ ഇല്ലെങ്കിൽ ഓൺലൈനായും അവർക്ക് അത്തരം കോഴ്സുകൾ എടുക്കാവുന്നതാണ്. മറ്റു കോളേജുകളിൽ നിന്നോ മറ്റ് സർവകലാശാലകളിൽ നിന്നോ അത്തരം കോഴ്സ് പഠിക്കുന്നതിനുള്ള വ്യവസ്ഥ റെഗുലേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുമാത്രമല്ല, ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് ലാംഗ്വേജിൻ്റെ പഠന മേഖലയിലും നമ്മൾ ഇതിനകം ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുണ്ട്. ലാംഗ്വേജ് നെറ്റ്വർക്കിൽ സെൻറ്റർ ഓഫ് എക്സലൻസ് തിരൂർ മലയാളം സർവകലാശാല കേന്ദ്രമായിട്ടാണ് ആരംഭിച്ചിട്ടുള്ളത്. പൊന്നാനിയിൽ ഷേഖ് മഖ്ദൂമിൻ്റെ പേരിൽ അറബി പഠനവും വിദേശ ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേന്ദ്രവും സജ്ജീകരിച്ചിട്ടുണ്ട്. വിവിധ വിദേശ ഭാഷകളിൽ പ്രാവീണ്യം നേടുന്നതിന് സഹായകരമായ കേന്ദ്രങ്ങൾ സംസ്ഥാനത്തുടനീളം ഈ ലാംഗ്വേജ് നെറ്റ്വർക്കിൻ്റെ മികവ് കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത്.